പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ എന്നീ 3 ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിനായുള്ള 3 കരാറുകളാണ് ലാവ്ലിൻ കമ്പനി ഏറ്റെടുത്തത്. ജി. കാർത്തികേയൻ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്താണ് 2 കരാറുകളിൽ ഒപ്പിട്ടത്. 1995 ആഗസ്റ്റ് 10 ധാരണാപത്രത്തിലും 96 ഫെബ്രുവരി 24 കൺസൾട്ടൻസി കരാറിലും. ഈ ഒറിജിനൽ കരാറിന്റെ തുടർച്ചയായി LDF സർക്കാർ 1997 ഫെബ്രുവരിയിലും 98 ജൂലൈയിലും 2 അനുബന്ധ കരാറുകൾ കൂടി ഒപ്പുവെച്ചു. യന്ത്രസാമഗ്രികളും സ്പെയർ പാർട്സുകളും വാങ്ങുന്നത് സംബന്ധിച്ചുള്ളതായിരുന്നു ഈ കരാറുകൾ. നടപടിക്രമങ്ങളിലെ തെറ്റിന്റെ പേരിൽ വൈദ്യുതി ബോർഡിന്റെ ചെയർമാനായിരുന്ന ശിവദാസൻ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടു. എന്നാൽ അക്കാലത്തെ മന്ത്രിയായിരുന്ന ജി. കാർത്തികേയൻ ഉൾപ്പെട്ടില്ല. വിദേശ സാമഗ്രികൾക്കായി നൽകേണ്ട തുകയായി കാർത്തികേയൻ ഒപ്പിട്ട കൺസൾട്ടൻസി കരാറിൽ പറഞ്ഞിരിക്കുന്ന 182 കോടി രൂപ പിണറായി വിജയന്റെ കാലത്ത് 131 കോടി രൂപയായി കുറച്ചു. കനേഡിയൻ സഹായം 46 കോടിയിൽ നിന്ന് 98 കോടിയായി വർദ്ധിപ്പിച്ചു. UDF ഭരണകാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടന്ന വിജിലൻസ് അന്വേഷണത്തിൽ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയിരുന്നു. CBI കേസന്വേഷിക്കാൻ വിമുഖത കാട്ടിയപ്പോൾ നന്ദകുമാർ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം CBI അന്വേഷണം ഏറ്റെടുത്തത്. കനേഡിയൻ സ്ഥാപനങ്ങളായ EDCയുടെയും CIDAയുടെയും വായ്പ ലഭിച്ചത് കാനഡയിൽ നിർമ്മിക്കുന്ന സാധനങ്ങൾ വാങ്ങാമെന്ന വ്യവസ്ഥയിന്മേലാണ്. 1996 ഫെബ്രുവരി 24 തയ്യാറാക്കിയ കൺസൾട്ടൻസി കരാർ പ്രകാരമാണ് ഈ തീരുമാനം. അതായത് ഗ്ലോബൽ ടെൻഡർ വിളിക്കാതെയുള്ള നടപടി. ഇതിന്റെ തുടർച്ചയായാണ് 1996 UDF സർക്കാർ കരാറിൽ ഒപ്പിട്ടത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.